ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് പെന്നിവേർഡ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട്. ഈ പ്ലാന്റിൻ്റെ ലീവ്സ് മറ്റുള്ള ചെടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ വട്ടത്തിൽ ഇലകൾ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതൊരു അക്വാറ്റിക് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളം നന്നായി ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് മണ്ണിലോ നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഗാർഡനിൽ മിനി പോണ്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇതുപോലെ ബുഷിയായിട്ട് വളർത്തിയെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് നമുക്ക് നോട്ട്സിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റൂട്ടൊക്കെ നന്നായി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടും നമുക്ക് പോട്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഈ പ്ലാന്റ് കൊണ്ട് നഷ്ടമൊന്നും വരില്ല കേട്ടോ. എങ്ങനെയായാലും ഇത് വെള്ളത്തിൻ്റെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ 15 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യുക. ഇനി ഇത് പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത ഒരു പോട്ട് എടുക്കുക. ഇനി ഡ്രെയിനേജ് ഹോൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്കതിൽ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ചാണകപ്പൊടിയും പിന്നെ മണ്ണും കൂടി ഇട്ടിട്ട് വേണം നമുക്കത് നട്ടു കൊടുക്കാൻ. അത്യാവശ്യം നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പ്ലാന്റ് നമ്മൾ ഷെയ്ഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ലീവ്സ് ആയിരിക്കും, അതുപോലെ അധികം ഹൈറ്റിലേക്ക് പോവില്ല. അതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്താൽ കുറച്ച് ഹൈറ്റിൽ നല്ല വലിയ ലീവ്സ് ആയിട്ട് തന്നെ നമുക്ക് നല്ല ബുഷിയായിട്ട് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പെന്നിവേർഡ് പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യുക.